സമൂഹമാധ്യമങ്ങളിലെ അധിക്ഷേപത്തെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിത മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. കോഴിക്കോട് ജില്ലാ കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഷിംജിത വിദേശത്തേക്ക് കടക്കുന്നത് തടയാൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ഒളിവിലുള്ള യുവതിക്കായി അന്വേഷണം തുടരുകയാണ്. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ ഷിംജിത നാട് വിട്ടിരിക്കുന്നു, എവിടെ പോയി എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പോലീസിനുള്ളത്? സ്മൃതി, എന്തായാലും പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷിംജിത മുസ്തഫയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. ഷിംജിത ഇപ്പോൾ ഒളിവിലാണ് കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടുകൂടിയാണ് പോലീസ് ഇപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. എയർപോർട്ടുകളിൽ ഉൾപ്പെടെ ഇത്തരം സർക്കുലർ വിതരണം ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് ഈ കാര്യങ്ങൾ പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഷിംജിത ഇപ്പോൾ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. പോലീസ് ഷിംജിതയെ കണ്ടെത്താനുള്ള തീവ്രമായ രീതിയിലുള്ള ചില അന്വേഷണങ്ങളും പരിശോധനയും ഒക്കെ നടത്തുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരമൊരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ഇന്ന് അല്പസമയം മുൻപ് ഏകദേശം ഒരു 12 മണിയോട് കൂടിയാണ് ഷിംജിത മുസ്തഫ ഇങ്ങനെ കോടതിയിൽ ഈ മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ നൽകിയിരിക്കുന്നത്. വടകരയിലുള്ള നെൽസൺ ജോസ് എന്നുള്ള അഭിഭാഷകൻ മുഖേനയാണ് ഈ മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ കോടതിയിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷിംജിതയെ ഇതുവരെയും കണ്ടെത്താൻ വേണ്ടി പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഒരു ഭാഗത്ത് തീവ്രമായ രീതിയിലുള്ള അന്വേഷണം പോലീസ് നടത്തുന്നു, മറുവശത്ത് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും ഷിംജിത മുസ്തഫയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണ്. ശരി, ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയാണ് ഷിംജിതയ്ക്കായി. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.